ഹായ് ഫ്രണ്ട്സ്, കഴിച്ചെല്ലാവരും. പറഞ്ഞു കൊല്ലുന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ എൻ്റെ കൂട്ടുകാരൻ്റെ ഒപ്പം ചൂണ്ടയിടാൻ പോകട്ടോ. ഇതാണ് ആൾ, അലക്സ്. ആളൊരു ബ്രസീലിലാണ്. ഞാൻ താമസിക്കുന്നത് പോർച്ചുഗൽ അലന്തേജോ റീജിയനാണ്. ഈ റീജിയൻ പൊതുവേ അഗ്രികൾച്ചറിനും ബീച്ചിനും ടൂറിസ്റ്റിനെല്ലാമാണ് ഫേമസ്. അതോടൊപ്പം ഒത്തിരി വൈൻ പ്ലാന്റേഷനും ഉണ്ട് കേട്ടോ ഇവിടെ. ഈ സ്ഥലത്ത് കൂടുതലായിട്ടും റിട്ടയർമെൻറ്റ് ലൈഫ്, വെക്കേഷനൊക്കെയാണ് ആൾക്കാർ വരാറ്. പോണ വഴിക്ക് വഴി തെറ്റിപ്പോയി എന്ന് പറയാൻ പറ്റില്ല. പോണ വഴിക്കൊരു തടസ്സം ഉണ്ടായി. ആ ഒരു വഴി മാറ്റി വിട്ടു. ഡീവിയേഷൻ ബോർഡ് ഉള്ളതുകൊണ്ട് മാപ്പൊന്നും ചെക്ക് ചെയ്യേണ്ട വന്നില്ല കേട്ടോ. ഉൾവഴി ആയതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുള്ള ഒത്തിരി കാഴ്ചകൾ കാണാൻ പറ്റി കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു ഇവിടെ പോകാനായിട്ട്. പോണ വഴിക്ക് അതാ കുറേ പശുക്കൾ മീനെ കണ്ടു. നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ചെറിയ പശുക്കളുണ്ട്. ഒത്തിരി വലിയ പശുക്കളൊന്നുമല്ല. പക്ഷേ ഞാൻ എത്ര നോക്കിയിട്ടും വേറെ കളർ പശുക്കളൊന്നും കണ്ടില്ല കേട്ടോ. എല്ലാം ഒരേ രീതിയിലുള്ള ഒരേ കളറിലുള്ള പശുക്കളൊക്കെ തന്നെയാണ് കേട്ടോ. അങ്ങനെ അതും കണ്ട് ഒരു 2 മിനിറ്റ് വണ്ടി ഓടിച്ചത്തേനും ഡീവിയേഷൻ എടുത്തില്ലായിരുന്നെങ്കിൽ നമ്മളിവിടെ എത്തുമായിരുന്നു. അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഈ സ്ഥലം നമുക്ക് അൽജുസൈറിലേക്കാണ് പോകേണ്ടത്. ഈ പോർച്ചുഗൽ മണ്ണിന് അറബി മണ്ണുമായിട്ട് എന്തോ ഒരു ബന്ധമുണ്ട് കേട്ടോ. ഇവിടെ മിക്ക സ്ഥലങ്ങളുടെയും പേര് എൽ ചേർത്തിട്ടാണ് പോകുന്നത്. ചേർത്തിട്ട് അൽബുഫേറ, അൽമാദ, അൽമൈദ, അങ്ങനെ കുറേ സ്ഥലങ്ങളുണ്ട് കേട്ടോ. ഇനി ഇതെൻ്റെ തോന്നൽ മാത്രമാണോ അല്ലെങ്കിൽ റിയൽ ആയിട്ട് ഇങ്ങനെ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിൽ പറയാം കേട്ടോ. അപ്പോൾ ഇവൻ എന്നെയും വിളിച്ചുകൊണ്ട് ഫിഷിങ്ങിൻ്റെ ഒരു കടയിലേക്കാണ് കയറണേ. ഇവിടെ നമുക്ക് അവന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളെല്ലാം കിട്ടും. അപ്പോൾ ഞങ്ങളുടെ കുറച്ച് സാധനങ്ങൾ കുറവുണ്ട്. അപ്പോൾ അത് മേടിക്കാനായിട്ട് കയറിയതാണ്. അങ്ങനെ അവൻ ആവശ്യമുള്ള സാധനമെല്ലാം അവൻ നോക്കി തുടങ്ങി കേട്ടോ. ഇതിൽ പകുതിയും എന്തിനുള്ള സാധനങ്ങളാണെന്ന് പോലും എനിക്കറിയാൻ പാടില്ല. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു അതെല്ലാം കാണാൻ. നല്ല കളറ് നോക്കി, നല്ല ഫ്ലൂറസൻ കളർ കേട്ടോ. നല്ല രസമുണ്ട് അതൊക്കെ കാണാൻ. അങ്ങനെ ഞാൻ പതുക്കെ വീഡിയോ എടുക്കാമെന്ന് ഓർത്ത് കണ്ടിന്യൂ ചെയ്തു. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ കടമുതലാളി എന്നെ ഒന്ന് നോക്കി. ഒന്നും നോക്കിയില്ല, ആംഗ്യ ഭാഷയിൽ പെർമിഷൻ മേടിച്ച് നേരെ ഉള്ളിലേക്ക്. കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. എന്താണെന്ന് പോലും അറിയാൻ പറ്റാത്ത കുറേ സാധനങ്ങൾ ഇരിപ്പുണ്ട്. നോക്കിയപ്പോൾ കുറേ പിച്ചാത്തിരിക്കണം. അതും പിച്ചാത്തിപ്പിടിയൊക്കെ നല്ല കളർ കേട്ടോ. തടിയുടെ എല്ലാം തോന്നുന്നുണ്ടോ പിടി. നേരെ ഉള്ളിലേക്ക് കയറി ബാക്കിയുള്ളതൊക്കെ കണ്ടു. മൊബൈലായിട്ട് മൊത്തത്തിലൊന്നും ഇറങ്ങി കേട്ടോ. ചൂണ്ട നീളം കുറഞ്ഞത് മുതൽ നീളം കൂടിയത് വരെ തരം തിരിച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ മൊത്തത്തിലൊന്ന് കറങ്ങി വന്നപ്പോൾ ഞാൻ വീണ്ടും അലക്സിൻ്റെ അടുത്തെത്തി. അവനവിടെ ഈ പൊങ്ങില്ലേ നമ്മൾ പൊങ്ങിടണം, അതിൻ്റെ വെയിറ്റ് സെലക്ട് ചെയ്യായിരുന്നു കേട്ടോ. പല രീതിയിലുള്ള വെയിറ്റുകളുണ്ടായിരുന്നു. അത് സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുക ആൾ. അങ്ങനെ ആവശ്യത്തിനും അധികം അതും വാരിയെടുത്ത് നേരെ കടയുടെ ഫ്രണ്ടിൽ ചെന്നപ്പോൾ ചേട്ടൻ പറഞ്ഞു, മക്കളെ ഇതുകൊണ്ട് പോയി ഇഷ്ടം പോലെ മീൻ കിട്ടുമെന്ന്. 400 രൂപയാണ് കേട്ടോ ഒരു പാക്കറ്റിന്. ഇനി ഇതില്ലാഞ്ഞിട്ട് മീൻ കിട്ടണ്ടാതിരിക്കണ്ടെന്ന് ഓർത്ത് അതും മേടിച്ച് ഞങ്ങൾ ഇറങ്ങാമെന്ന് ഓർത്തു. പിന്നെ അവന് മതിയായില്ല, അവൻ എന്തൊക്കെയോ വേണമെന്നുണ്ടായിരുന്നു. പിന്നെയും ഞാൻ പറഞ്ഞു പോയേക്കാം, നമുക്ക് ആദ്യം പോയി നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അവനെയും കൂട്ടി നേരെ ബീച്ചിലേക്ക്. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. ഇതിനു മുമ്പ് അവനിവിടെ വന്നിട്ടുണ്ട്. അവനിവിടെയാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് നേരത്തെ. അപ്പോൾ ഇതിനടുത്തായതുകൊണ്ട് തന്നെ അവൻ മിക്ക സ്ഥലങ്ങളിലും ഇവിടെ വരാറുണ്ട്. അവൻ്റെ ഹോബിയാണ് കേട്ടോ ഇത്. അങ്ങനെ ഞങ്ങൾ നേരെ അവിടെ വണ്ടി പാർക്ക് ചെയ്ത് എനിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഞാനും അവനാവശ്യമുള്ള സാധനങ്ങൾ അവനും എടുത്തു തുടങ്ങി. നല്ല വെയിലുണ്ട് കേട്ടോ ഒന്ന്. ഇപ്പം ഞാൻ കുടിവെള്ളവും കോളയും അതുപോലെ ചിപ്സും എല്ലാം എടുത്തിട്ടുണ്ട്. ചൂണ്ടി ഒന്ന് കുടുങ്ങി അവിടെ. അതും വെടിയിച്ച് ആൾ എന്നെ ഒന്ന് വെയിറ്റ് ചെയ്ത് നേരെ വിട്ടു. അവൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ. ഭയങ്കര ഇഷ്ടമുള്ള കാര്യമായതുകൊണ്ട് തന്നെ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ എപ്പോഴും അങ്ങനെയാണല്ലോ. ഞാനൊക്കെ പണ്ട് ഈ പറഞ്ഞ പോലെ 4 മണിക്ക് കളി തുടങ്ങുമെങ്കിൽ 3 മണിക്ക് ഗ്രൗണ്ടിൽ പോയി നിൽക്കുമായിരുന്നു ക്രിക്കറ്റ് കളിക്കാൻ. അപ്പോൾ അതുപോലെയൊക്കെ ആയിരിക്കും അവർക്കും ഇത്. അത്ര എക്സൈറ്റഡ് ആയതുകൊണ്ട് പുള്ളി എന്നെ ഒന്നും വെയിറ്റ് ചെയ്തില്ല, നേരെ പോയി എരവും കോർത്ത് ചൂണ്ടയിടാൻ തുടങ്ങി. പുള്ളിനെ എക്സ്പ്ലെയിൻ ചെയ്യാം കേട്ടോ, ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടതെന്നുള്ളത്. നമുക്ക് പറഞ്ഞു തരാനൊന്നും മടിയില്ല കേട്ടോ ഒന്നിനും. ഇത് മാത്രമൊന്നും കേട്ടോ ഇവൻ്റെ ഹോബി. ഇവൻ നല്ല അടിപൊളിയായിട്ട് ഫുട്ബോൾ കളിക്കും. പിന്നെ അവൻ്റെ നാടിൻ്റെ ഒരു ബ്രസീൽ നിന്നാണല്ലോ, പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. നല്ല അടിപൊളിയായിട്ട് കളിക്കും. ഞാൻ ഒരു പ്രാവശ്യം പോയിട്ടുണ്ട് അവൻ്റെ കളി കാണാനായിട്ട്. അത് നമ്മുടെ ഞങ്ങൾ താമസിക്കുന്നതിൽ നിന്ന് ഒരു 5 കിലോമീറ്റർ അപ്പുറം ഒരു ഗ്രൗണ്ട് ഉണ്ട്. അവിടെ എല്ലാവരും വൈകിട്ട് കളിക്കാറുണ്ട്. അപ്പോൾ അന്നേരം കണ്ടതാണ് അവൻ കളിക്കുന്നത്. ഇനി ഒരു പ്രാവശ്യം ഞാൻ ചെയ്യുമ്പോൾ ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ട് അവൻ കളിക്കുന്നത്. ഇവനെ ഞാനൊരു 2.5 കൊല്ലമായി ഇവനെ ഞാൻ പരിചയപ്പെട്ടിട്ട്. ഇവൻ ആദ്യമായിട്ട് ബ്രസീലിൽ നിന്ന് പോർച്ചുഗലിലേക്ക് വരുമ്പോൾ ഇവനും എൻ്റെ വൈഫും ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. വഞ്ച പാവോട് ഭയങ്കര സ്നേഹമുള്ള ഒരുത്തനാണ്. വേറെ ആൾക്കാരൊക്കെ അവിടെയൊക്കെ ചൂണ്ടയിടുന്നുണ്ടോ. ആ കാണുന്നതൊക്കെ ചൂണ്ടയിടുന്ന ആൾക്കാരാണ്. ആ അമ്മാവൻ എൻ്റെ ഫോട്ടോ എടുക്കുമെന്ന് തോന്നുന്നു. എന്തായാലും വലിയ ക്യാമറയൊക്കെ ഉണ്ട്. പുള്ളി ഒന്ന് വരുവാണെങ്കിൽ എന്തായാലും ഒന്ന് ചോദിക്കണം, ഒന്ന് ക്യാമറ ഒന്ന് തരുമോ ഫോട്ടോ എടുക്കാനായിട്ടെന്ന്. അപ്പോൾ ആളിവിടെ ആളുടെ പണിയൊക്കെ ചെയ്തു തുടങ്ങി. ഞാൻ പതുക്കെ അങ്ങനെ കറങ്ങി തിരിഞ്ഞ് നടന്ന് നമ്മൾ അന്നേരം പറഞ്ഞ അമ്മാവനില്ലേ, നിൽക്കണോ ആളോട് കുശലയൊക്കെ ചോദിച്ച് ആളോട് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി. ആൾ നോർത്ത് സൈഡാണ്, പോർച്ചുഗൽ നോർത്ത് സൈഡാണ്. റിട്ടയർമെൻറ്റ് ലൈഫ് ഇവിടെയാണ് സെറ്റിൽ ചെയ്തേക്കുന്നത്. ഞാൻ ചോദിച്ചു എടുത്ത ഫോട്ടോ ഒന്ന് കാണിച്ചു തരുമെന്ന് ചോദിച്ചപ്പോൾ ഓക്കെ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ഫോട്ടോ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. 1-2 ഫോട്ടോ പുള്ളി എടുത്തത് പറഞ്ഞു ഇത് ശരിയായില്ല എന്ന് പറഞ്ഞിട്ട് പുള്ളിക്ക് ഇഷ്ടപ്പെട്ടത് തന്നെ ഒരു ഫോട്ടോ എന്നെ കാണിച്ചു തന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല രസമുണ്ട് കേട്ടോ ഫോട്ടോ കാണാൻ. നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടോയെന്ന് അറിയത്തില്ല, നല്ല രസമുണ്ട്. അത് കഴിഞ്ഞാൽ ചോദിച്ചാൽ പിന്നെ ഞാനൊരു ഫോട്ടോ എടുത്തോട്ടെ എന്ന് ചോദിച്ചു. പുള്ളി ഒട്ടും മടിക്കാതെ എനിക്ക് ക്യാമറ എടുത്ത് തന്നു. ഏതാ വേണ്ടത്, പുള്ളിയുടെ ഒരു വലിയ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞു എനിക്കിത് മതി. പുള്ളിയുടെ കഴുത്ത് വേറൊരു വലുത് കിടക്കണ്ടേ. ഞാൻ പറഞ്ഞു ഇത് മതി എന്ന് പറഞ്ഞു.
ലെൻസൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് 2 ക്ലിക്ക് ക്ലിക്കി. ഭയങ്കര സന്തോഷമായി. അപ്പച്ചൻ്റെ കയ്യിൽ നേരെ അത് തിരിച്ചു കൊടുത്തു. കറങ്ങി തിരിഞ്ഞ് നേരെ അലക്സിൻ്റെ അടുത്തേക്ക് ചെന്നു. അവിടെ ചെന്നപ്പോൾ അവൻ പറഞ്ഞു, "എന്നാ പിന്നെ കുറച്ച് നേരം ചൂണ്ടയിട്." "ഓ ആയിക്കോട്ടെ, നമുക്കെന്താ കുഴപ്പം." നേരെ മേടിച്ച് ചൂണ്ടയിട്ട് തുടങ്ങി. നല്ല വെയിൽ. പിന്നെ ഈ പറഞ്ഞത്ര സന്തോഷമൊന്നുമില്ല കേട്ടോ എനിക്ക് ചൂണ്ടയിടാനായിട്ട്. ഭയങ്കര ശ്രമ വേണ്ട പരിപാടിയാണ്. എനിക്കത് ഇല്ലാത്തതുകൊണ്ട് തന്നെ എനിക്ക് അത്ര എൻജോയ് ചെയ്യാൻ പറ്റാറില്ല. പക്ഷെ അവന് ഈ പ്രശ്നമൊന്നുമില്ല കേട്ടോ. ചൂണ്ട പൊട്ടിപ്പോയാലും അല്ലെങ്കിൽ മീൻ ഒരെണ്ണം പൊട്ടിച്ചോണ്ട് പോയാലൊന്നും അവൻ്റെ മുഖത്ത് പ്രശ്നങ്ങളൊന്നും ഞാൻ കാണാറില്ല. ചിലപ്പോൾ അത് അത്ര ഇഷ്ടപ്പെട്ട് ചെയ്യുന്നതുകൊണ്ടായിരിക്കും കേട്ടോ. നല്ല തിരമാലയുണ്ട് സുഹൃത്തുക്കളെ. ഇപ്പം എന്നെ ഒരെണ്ണം കൊണ്ടുപോയേനെ. ഇത് കണ്ടപ്പോൾ എൻ്റെ കിളി പോയി. ചൂണ്ട കൊടുത്ത് ഞാൻ ഓടി. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അലക്സിന് മീനേയും കിട്ടി. ഏകദേശം 1 കിലോ അടുത്തുള്ള മീനുണ്ട് കേട്ടോ. ഞാൻ ചോദിച്ച്, "എന്നാൽ പിന്നെ പോയാലോ? 1, 2 മണിക്കൂറായില്ലേ?" 2 മണിക്കൂറല്ല 3 മണിക്കൂറായി. അപ്പോൾ അവൻ പറഞ്ഞു, "എന്നാൽ പോയേക്കാന്ന്" പറഞ്ഞു. നേരെ വണ്ടി എടുത്ത് വീട്ടിലേക്ക്. പോണ വഴിക്ക് ഒത്തിരി പേര് നടന്ന് ബീച്ചിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. കുറച്ച് പേര് ക്യാരവാനിൽ തിരിച്ച് വീട്ടിലേക്കും പോകുന്നുണ്ട്. ഇനിയിപ്പോൾ സമ്മറാണ്. ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കാണാം. പോർച്ചുഗലിൽ ടൂറിസ്റ്റുകൾ വന്നു തുടങ്ങുന്ന സമയമായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.